എണ്ണം പറഞ്ഞുകൊണ്ട് ഇത്ര വീടുകൾ ഞങ്ങളുടെ വക നൽകാൻ തയ്യാറാണ് എന്നും ആ ഘട്ടത്തിൽ അറിയിക്കുകയുണ്ടായി. എല്ലാം കൂടി വന്നപ്പോൾ നല്ല നമ്പറുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. അത് ഈ വീടുകൾ നിർമ്മിക്കുക, ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്ന വാഗ്ദാനം സംസ്ഥാനം നൽകുകയാണ്. അപ്പോൾ അത് നടപ്പാക്കേണ്ടതാണ്. ഈ നൽകിയ വാഗ്ദാനങ്ങളിൽ ഏതെങ്കിലും കൂട്ടർ അത് പാലിക്കാൻ തയ്യാറായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അത്രയും വീടുകൾ ഒഴിച്ചിടാനാവില്ല. കാരണം എല്ലാ വീടുകളുടെയും നിർമ്മാണം ഒരേ രീതിയിൽ നടത്താനാണ് നിശ്ചയിച്ചത്. അപ്പോൾ ഏതെങ്കിലും കൂട്ടർ പിൻവാങ്ങുന്നു, അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്ത് മുഴുവൻ നിറവേറ്റാനാകുന്നില്ല എന്നൊക്കെ വന്നാൽ അതിൻ്റെ കുറവ് വീട് നിർമ്മാണത്തെ ബാധിക്കില്ല. എല്ലാ വീടുകളും നിർമ്മിക്കുക, അത് സംസ്ഥാനം നൽകിയിട്ടുള്ള വാഗ്ദത്തമാണ്. അത് പൂർണ്ണമായി നിറവേറ്റാനുള്ള ബാധ്യത സംസ്ഥാനത്തിനുണ്ട് എന്ന നിലപാട് എല്ലാവരുമായും പങ്കുവച്ചിരുന്നു. ഈ വാഗ്ദത്തം ചെയ്തവരുടെ മുന്നിലും ആ കാര്യം പറഞ്ഞിരുന്നു. ഏതായാലും വാഗ്ദത്തം ചെയ്തവരിൽ ഒട്ടേറെ പേർ മാതൃകാപരമായി തന്നെ അത് നിറവേറ്റാൻ തയ്യാറായി. നല്ല സഹകരണം, നല്ല പിന്തുണ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടായി. ഇപ്പോൾ വന്ന കാലതാമസത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും 178 വീടുകൾ നമുക്ക് കൈമാറാവുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇവിടെ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ 13 പട്ടികവർഗ കുടുംബങ്ങൾ, അവരെ പുനരധിവസിപ്പിക്കുന്നതിന് മേപ്പാടി പുതിയ വില്ലേജ് പരിസരത്ത് 5 ഏക്കർ ഭൂമി ഏറ്റെടുത്തിരുന്നു. അതിൻ്റെ പട്ടയവും ഇന്ന് കൈമാറുന്നുണ്ട്. സാധാരണയായി വീടുകൾ ലഭിക്കുക, അതിൽ താമസം ആരംഭിക്കുക എന്നതെല്ലാം അങ്ങേയറ്റം സന്തോഷം പകരുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആ സന്തോഷത്തോടൊപ്പം മറഞ്ഞുപോയ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള സങ്കടകരമായ ഓർമ്മകളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. 2024 ജൂലൈ 30 ഉണ്ടായ ദുരന്തത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ, അവരെല്ലാവരുടെയും സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. ടൗൺഷിപ്പിൻ്റെ ആദ്യഘട്ടമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ആദ്യഘട്ട ഗുണഭോക്താക്കളായി 178 കുടുംബങ്ങൾ. അവർക്ക്
അവരുടെ ഭൂമിയുടെ പട്ടയം നൽകുകയാണ്. ബാക്കിയുള്ള ഗുണഭോക്താക്കൾക്കും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വീട് കൈമാറുന്നതായിരിക്കും. അവരുടെ വീടുകളുടെ പണിയും അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അടുത്ത മഴക്കാലത്തിന് മുൻപ്, വലിയ മാസങ്ങളില്ല നമുക്കറിയാം, അതിനിടയിൽ വരാനിടയുള്ള വലിയ തിരക്ക് പിടിച്ച ഘട്ടമുണ്ടാവും. അതെല്ലാം ഉണ്ടെങ്കിലും അടുത്ത മഴക്കാലത്തിന് മുൻപ് മുഴുവൻ ദുരന്തബാധിതർക്കും സ്വന്തം ഭൂമിയും വീടും നൽകി പുനരധിവസിപ്പിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്.